ആനക്കോണ്ട സോണിയുടെ ഒരു കാൾ ക്ലാസിക് ആണ്. ഹൺ ഫോർ ദ ബ്ലഡ് ഓർക്കിഡ് അത് തിയേറ്റർ റിലീസ് ആയിരുന്നു തോന്നുന്നു. അതിനുശേഷം പിന്നെ വന്നിരിക്കുന്ന എല്ലാം ടി വി മൂവീസ് ആയിരുന്നു. ലേക്ക് പ്ലാസിഡ് വേഴ്സസ് അനക്കോണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഒരു ബി ഗ്രേഡ് അല്ലെങ്കിൽ അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പടമൊന്നും അല്ല അനക്കോണ്ട എന്ന് പറയുന്ന ഈ ഫ്രാഞ്ചൈസ് ഈ സീരീസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അനക്കോണ്ട ഒരു തിയേറ്ററിക്കൽ റിലീസ് പുതുതായിട്ട് ഒരു റീബൂട്ട് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ച അതിൻ്റെ ഈ അനക്കോണ്ട ഫിലിംസ് എല്ലാം ഒരു ഹൊറർ ജോണറിൽ വരുന്നതാണല്ലോ. അപ്പോൾ ആ ടൈപ്പ് പടമായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ജാക്ക് ബ്ലാക്ക്, പോൾ റോഡ് ഇവരൊക്കെയാണ് ഈ പടത്തിലെ ക്യാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ ഇതൊരു കോമഡി ഫിലിമാണെന്ന് തന്നെ മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഇവരെയൊന്നും ക്യാസ്റ്റ് ചെയ്യില്ലല്ലോ. അത് കഴിഞ്ഞ് ഇത് കോമഡി എന്നുള്ളൊരു ജോണറിൽ അങ്ങനെയാണ് വന്നാൽ പോലും സംതിങ് ന്യൂ, അതായത് ഇതുവരെ അനക്കോണ്ട ഒരു കോമഡി പ്ലസ് ഹൊറർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട്. കാരണം ഇവരുടെ ടി വി മൂവീസ് ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വൻ കോമഡിയാണ്, അത് വേറെ കാര്യം. എന്നാലും ഒരു തിയേറ്ററിക്കൽ റിലീസ്, ഒരു റീബൂട്ട്, അതൊരു മെറ്റാ സിനിമയായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. സംതിങ് ഇൻട്രസ്റ്റിംഗ് ആ രീതിയിലേക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ, കാരണം സർവമായ കാണുന്നതുകൊണ്ട് ഫസ്റ്റ് ഷോ കാണാൻ പറ്റില്ല, രണ്ടാമത്തെ ഷോ ആനക്കോണ്ട കാണാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മെറ്റാ സിനിമയായിട്ടാണ് ഈ സിനിമ കാണുന്നത്. അതായത് ആ വേൾഡിൽ, ഈ സിനിമ നടക്കുന്ന വേൾഡിൽ, നമ്മളുടെ ഈ റിയൽ വേൾഡിലുള്ള പോലെ തന്നെ ഇതുപോലെ ആനക്കോണ്ട എന്നുള്ള സിനിമ സോണി ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് നിർമ്മിച്ചിട്ടുണ്ട്. ഐസ് ക്യൂബ്, ജയലോ ഇവരൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ ഈ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിന് അറിയാം. അതായത് ഈ ജാക്ക് ബ്ലാക്കിനും പോൾ റോഡിനും ഒക്കെ അറിയാം. അപ്പോൾ ഇവർ അനക്കോണ്ട റീബൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഈ അനക്കോണ്ട എന്ന് പറയുന്ന പാമ്പ് അത് സിനിമയിലാണല്ലോ ഇവർ ഭയങ്കര ഭീകരമായിട്ടായി കാണിക്കുന്നത്, ആളെ വിഴുങ്ങുന്ന അല്ലെങ്കിൽ അത്ര ഭയങ്കര സൈസിലുള്ള കാര്യങ്ങൾ. ആ ഒരു സിനിമയിലാണല്ലോ അനക്കോണ്ടനെ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു മെറ്റാ സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഇവർ തീരുമാനിച്ചു ഓക്കെ എന്നൊരു കാര്യം ചെയ്ത് നമുക്ക് അനക്കോണ്ട നമുക്ക് റീബൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവർ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ പോവുകയാണ്. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഈ സിനിമയിൽ കാണിച്ചത് പോലുള്ള ആളെ വിഴുങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അനക്കോണ്ടസ് ശരിക്കും ഉണ്ടെന്നും പിന്നെ അതൊന്ന് രക്ഷപ്പെടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ കഥയായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു 100 മിനിറ്റാണ് ഈ പടം, 99 മിനിറ്റ്സ് ആണ് ഈ പടത്തിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ഈ 99 മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് ഇതിൽ PVRൽ ഇതിൻ്റെ ഇൻ്റർവെൽ ഇട്ടത് ഓൾമോസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ്. പടം തുടങ്ങി 1 മണിക്കൂർ, കറക്റ്റ് 1 മണിക്കൂർ എന്തോ ആയപ്പോഴാണ് ഇവർ ഇൻ്റർവെൽ വന്നത്. അപ്പോൾ ഇൻ്റർവെൽ വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 മിനിറ്റ് ആയല്ലോ. അപ്പോൾ ഈ 60 മിനിറ്റ്സിൽ ഇതിനകത്തൊരു ഫ്രണ്ട്ഷിപ്പ്, പിന്നെ അതിൻ്റെ രീതിയിൽ ഇവർ ഈ ജാക്ക് ബ്ലാക്കും പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഒക്കെ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്തുള്ള കോമഡിയും പിന്നെ ഇവർ ഇതിനകത്ത് സിനിമയാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ നല്ല രസമായിരുന്നു. ഇതിൽ ഒരു ക്യാമിയോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ഇടയ്ക്കിടയ്ക്ക് അക്കൗണ്ട് വന്ന് പോകുന്നതൊക്കെ ഉള്ളൂ. പക്ഷേ പടത്തിൻ്റെ ഫൈനൽ ആക്ട് ആകുമ്പോഴേക്കും മൊത്തത്തിൽ പടത്തിൻ്റെ സ്വഭാവം തന്നെ അങ്ങ് മാറി. പിന്നെ നമ്മൾ കാണുന്നത് അട്ടാർ ക്രാപ്പ്, ഒരു രക്ഷയില്ലാത്ത ദ ഷിറ്റിയസ്റ്റ് അനക്കോണ്ട ഫിലിം എന്നുള്ള ഇതിൽ. ടി വി മൂവീസിനെ ഞാൻ കൂട്ടുന്നില്ല, ഇതിനേക്കാളും പോലുള്ള ടി വി മൂവീസ് ഉണ്ട്, ഐ അഗ്രി. പക്ഷേ തിയേറ്റർ റിലീസായിട്ടുള്ള അനക്കോണ്ട ഫിലിംസിൽ ഏറ്റവും മോശം പടം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫൈനൽ ആക്ട് പോകുന്നത്. ഈ ഫൈനൽ ആക്ട് ആകുമ്പോഴേക്കും ഇവരിതൊരു ഓക്കെ ജാക്ക് ബ്ലാക്ക് ഉണ്ട്, പോൾ റോഡ് ഉണ്ട്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കിനി കോമഡി അതിനകത്തേക്ക് ഷിഫ്റ്റ് ആവും. പക്ഷേ അതിന് മുമ്പ് വരെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലുള്ള പിണക്കം, പിന്നെ ആൻഡ് ഓഫ് കോഴ്സ് ഇതിനകത്തൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഈ ട്വിസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, കാരണം നമ്മൾ ആ രീതിയിലല്ല ഈ പടം കാണുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഓക്കെ ഏതൊരു ട്വിസ്റ്റ് ആയിരുന്നല്ലേ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഓക്കെ ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ് എന്നുള്ള രീതിയിൽ അതൊരു എൻജോയബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പടത്തിന് ഫൈനൽ ആക്ടിലേക്ക് എത്തുമ്പോൾ ഇതിനകത്ത് ഇവർ കാണിക്കുന്ന ഒരു മൂത്ര കോമഡി, ഒരു മൂത്രം ഒഴിക്കാൻ പോകുന്നത്, അതിൻ്റെ പീഷൈ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണിച്ചു വിടുന്നുണ്ട്. ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. ഇൻഫാക്റ്റ് ഇതിനകത്തെ ഫൈനൽ ആക്ടിലെ ഒരു സീൻ പോലും, അതായത് നല്ല രീതിയിൽ കോമഡി ചെയ്യാൻ അറിയുന്ന ജാക്ക് ബ്ലാക്ക് ഉണ്ട്, പോൾ റോഡ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സിംഗിൾ സീക്വൻസ് പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതില്ല. പിന്നെ ഈ സിനിമയുടെ ട്രെയിലർ, അവതാർ അടക്കമുള്ള എല്ലായിടത്തും, ഐ മീൻ ഏത് സിനിമ കാണാൻ പോയാലും ഈ അനാക്കോണ്ടയുടെ ട്രെയിലർ കാണിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ഒരു സംഭവം, ഇതൊക്കെ ട്രെയിലറിൽ ഈ ഒരു സീക്വൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പടത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് വരുന്നൊരു സംഭവമുണ്ട്. അതൊരു ആ ഒരു മൊമെൻ്റ് ആയിരുന്നു. ആ മൊമെൻറ്റ് സ്പോയിലായി ഇവരുടെ ട്രെയിലറും ഉണ്ട്. കാരണം ചില സിനിമകൾ ട്രെയിലർ കട്ട് ചെയ്യാൻ നേരത്ത് ഇവർ സിനിമയിൽ ഇതിനകത്തൊരു സസ്പെൻസ് അല്ല, ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ നമുക്ക് തോന്നും. പക്ഷേ ഇത് സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ, കാരണം ട്രെയിലറിൽ നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ള കൈൻഡ് ഓഫ് സ്പോയിലർ അതും ഈ പടത്തിലുണ്ട്. എനിക്കറിയില്ല എന്താലോചിച്ചിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. പിന്നെ എത്ര മോശം പടമാണെന്നുണ്ടെങ്കിലും ആ പടത്തിൽ എങ്ങനെ ഒന്നാലും എന്തെങ്കിലും നല്ലതുണ്ടാവും. എത്ര നല്ല പടമാണെന്നുണ്ടെങ്കിലും അതിൽ മോശമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ സിനിമയിൽ ഇതൊരു മോശം പടം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തിയേറ്ററിൽ റിലീസായിട്ടുള്ള അനക്കോണ്ട ഫിലിംസിൽ ഏറ്റവും മോശം പടം എന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന പടമാണ്. ബട്ട് ഇതിൻ്റെ സൗണ്ട് മിക്സിങ്, അത് ഈ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ വരുന്ന എല്ലാ ഹോളിവുഡ് സിനിമയിലും ഡീഫോൾട്ടായിട്ട്
പ്രൊഡക്ഷൻ വാല്യൂ ഗംഭീരമായിരിക്കും. അപ്പോൾ ഇത് ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ആ റെയിൻ ഫോറസ്റ്റിലൂടെ ഇവർ നടക്കുമ്പോൾ ഞാൻ കണ്ടത് അറ്റ്മോസിലൊന്നും ആയിരുന്നില്ല, ഒരു 7.1 സ്ക്രീനായിരുന്നു. ഈ 7.1 സ്ക്രീനിൽ ഇവർ നടക്കുമ്പോൾ കാട്ടിലൂടെ നടക്കുമ്പോൾ കാട്ടിലെ പുല്ല്, അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡ്രസ്സിൽ നിന്ന് മുട്ടുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ടല്ലോ, ആ സൗണ്ട് ഡിസൈനൊക്കെ നമുക്ക് സൂപ്പറായിട്ട്, അതായത് നല്ല അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ വർക്കായിട്ടുള്ള ടെക്നിക്കലിയൊക്കെ ഓക്കെ ആയിട്ടുള്ള പടമാണ്. പിന്നെ അങ്ങനത്തെ അത്ര വിയേർഡായിട്ടൊന്നും തോന്നുന്നില്ല ആനക്കോണ്ടിനെ കാണുമ്പോൾ. പിന്നെ ഇതിൽ ഈ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അറിയാലോ കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സൗണ്ട് ഡിസൈന് അത് മിക്സ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നൈറ്റ് ഷോട്ട്സ് ആണെങ്കിലും, പിന്നെ ഇതിൻ്റെ ആക്ഷൻ, ഞാൻ പറഞ്ഞ പോലെ ആക്ഷൻ സീക്വൻസ് ഉണ്ട് അത്യാവശ്യം കൊള്ളാവുന്ന, ഇങ്ങനത്തെ ടെക്നിക്കലിയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. സിനിമാറ്റോഗ്രാഫിയും നന്നായിരുന്നു, സൗണ്ട് മിക്സിങ് എടുത്ത് തന്നെ പറയണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിൽ. പിന്നെ ഇതൊരു മെറ്റാ സിനിമയായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ഒറിജിനൽ ആനക്കോണ്ട ഫിലിമുണ്ട്. ആനക്കോണ്ട ഫിലിമിലുള്ള 2 സ്റ്റാർസ് ഇതിനകത്ത് ക്യാമിയോ അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് കുറച്ച് ബ്രീഫായിട്ടുള്ളതാണ്, മറ്റേത് പറഞ്ഞാൽ ജസ്റ്റ് 1 മിനിറ്റ് തികച്ചില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ആദ്യം വരുന്ന ആ ഒരു ക്യാമിയോ അപ്പിയറൻസ്, ആ അപ്പിയറൻസിന് കൊടുത്തിരിക്കുന്ന ഡയലോഗ്സ് ആണെങ്കിലും പുള്ളി ഭയങ്കര ഒരു ഹീറോയിക് ആ ഒരു മൊമെൻറ്റിലേക്കാണ് പുള്ളിനെ കാണിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിട്ടുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു സിങ്ക് ആവുന്നില്ല ശരിക്കും. ഇതുപോലത്തെ ഒരു ഇതിനകത്ത് ഇവരെന്ത് ഉദ്ദേശിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ആ ഒരു കൾട്ട് ക്ലാസിക്കാണ് ആനക്കോണ്ട. അത് ഓക്കെ, അവർ റീബൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചു. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഫിലിമായിട്ടുള്ള ഒരു കണക്ഷൻ, അതിലെ ആക്ടേഴ്സായിട്ടുള്ള കണക്ഷൻ, അങ്ങനെയൊക്കെ വെച്ച് ആകെ സോണി എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഫീലാണ്. കാരണം ക്രിസ്മസ് പോലെയുള്ളൊരു നല്ലൊരു ഹോളിഡേ ടൈമിലാണ് ഈ പടം റിലീസാവുന്നത്. അപ്പോൾ റിലീസാവുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു മെനക്കെടുത്തിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബോക്സ് ഓഫീസ് സക്സസ് ആയാനേ ഈ ആനക്കോണ്ട എന്ന് പറയുന്ന പടം. അതിനുള്ള ആക്ടേഴ്സ് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഇതൊരു പ്യുവർ ഹൊറർ ഫിലിം അല്ല ആക്ച്വലി. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 60 മിനിറ്റിലാണ് ഒരു ഇൻ്റർവെല്ല് തന്നത്. അപ്പോൾ ഇൻ്റർവെല്ല് വരെയുള്ള ഈ സിനിമയുടെ ആ സിനിമ എങ്ങനെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രണ്ട്സാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് അവർ ചെറുപ്പം മുതൽ പാഷനാണ് സിനിമ എന്നുള്ളത്. അതിനകത്ത് റൈറ്റിംഗ് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്, അഭിനയിക്കാൻ ഒരാളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ആനക്കോണ്ട റീബൂട്ട് ചെയ്യുന്നു. ഇവർ ശരിക്കും വിചാരിച്ചത് ആനക്കോണ്ടയുടെ റൈറ്റ്സ് ഇവർക്കാണ് എന്ന് വിചാരിച്ചിട്ട് ഇവർ സിൻസിയർ അറ്റംപ്റ്റാണ് നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സീക്വൻസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളാണ് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡൈനാമിക്സ് അതിനകത്തേക്ക് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ പിണക്കം ഇതൊക്കെ ഇതൊക്കെ രസമായിരുന്നു കാണാൻ ആക്ച്വലി. ജാക്ക് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിലും ആ ഒരു കോമിക് ആ റൂട്ടിലേക്കല്ല പുള്ളി പോകുന്നത്. പുള്ളി എപ്പോഴൊക്കെ സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ പുള്ളി പക്കയായിട്ട് ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ ട്വിസ്റ്റ്, സസ്പെൻസ്, അപ്പോൾ അത് വരുന്നു. അത് കൊള്ളാവുന്ന രീതിയിലൊക്കെ ആയിരുന്നു പോയി. പക്ഷേ ഫൈനൽ ആക്ടിലേക്ക് വന്നപ്പോഴേക്കും ഇതിനകത്തേക്ക് മൊത്തത്തിലൊരു ബ്ലെൻഡറായിരുന്നു. പിന്നെ ക്ലൈമാക്സ് സീക്വൻസിൽ, അതായത് ഞാൻ കുറച്ച് മുമ്പ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുള്ള VFX അടക്കം ക്ലൈമാക്സിലേക്കൊക്കെ പോകുമ്പോൾ ദാരുണമായിട്ടുള്ള ക്ലൈമാക്സ്, VFX സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ വരുന്നത്. അതായത് ഒരു മെനയില്ലാത്തൊരു പടമായിട്ടാണ് ഈ പടം അവസാനിക്കുന്നത്. പിന്നെ ഇതിനൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ആണ്. ഇപ്പോൾ ടൈറ്റിൽ റോൾ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് പോവും, കാരണം പടം ടോർച്ചർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എഴുന്നേറ്റ് പോകാൻ നമുക്ക് തോന്നും. സ്റ്റിൽ എന്നാലും ഇതിനൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ ഈ സിനിമയിൽ സീരിയസ് ആയിട്ട് ഒരു അറ്റാക്ക് കാര്യം പോലും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തോ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ഫീലാണ്. കാരണം ആനക്കോണ്ട അത് തിയേറ്ററിൽ, കാരണം ഒറിജിനൽ വേർഷൻ തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല, അത് റിലീസും ആയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ആനക്കോണ്ട ഫിലിം തിയേറ്ററിൽ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ കാണാൻ യോഗം ഉണ്ടായത് ഈ പടമാണ്. അത് ഇങ്ങനത്തെ ഒരു പടമായിപ്പോയി, ഒരു മോശം പടം, എന്തുകൊണ്ടും മോശം പടം. പിന്നെ ഇത് കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് അൾട്ടിമേറ്റ്ലി ഒരു കോമിക് ആ രീതിയിൽ പോകുന്നതല്ല. ഇതിൽ കുറച്ച് ജംപ് സ്കെയർ പോലുള്ള, അതായത് സൗണ്ട് മിക്സിങ് അടിപൊളിയാണ്, ഗംഭീരമാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് മിക്സിങ് ഇങ്ങനെ വരുമ്പോൾ ഞെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വയസ്സിൽ താഴെയുള്ള തീരെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ പടമല്ല. കാരണം നൈറ്റ് ഷോട്ടിൽ ആനക്കോണ്ട വരുന്നത്, ആ നേരത്ത് വരുന്ന സൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഭീകരമായിട്ടുള്ള ഹൊറർ ഫീലായിരിക്കും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളായിട്ട് പോകാൻ പറ്റിയൊരു പടമായി ഞാൻ ഇത് തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ ബാക്കിയുള്ളവർക്ക് പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി അനുഭവിക്കുക, അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇത് കാണാൻ തീരുമാനിച്ചവർക്ക്. ഇതൊക്കെയാണ് എനിക്ക് ആനക്കോണ്ട എന്ന് പറയുന്ന ഈ പുതിയ മെറ്റ റീബൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്.